ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീയിൽ ഒപ്പുവെച്ചതും പാളിയെന്ന CPM. ജയിലിലായ A. പത്മകുമാറിനെതിരെ നടപടി വൈകിയത് പാർട്ടിക്കെതിരെ പ്രചാരണായുധമായെന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തൽ. സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധി എതിരാളികൾ വളച്ചൊടിച്ചുവെന്നും പാർട്ടി. PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ CPM BJP ധാരണയെന്ന UDF പ്രചാരണത്തിന് ശക്തിയായി. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഇനിയെങ്കിലും എന്തുകൊണ്ട് തോറ്റു? അതിന്റെ ഒരു വസ്തുതാപരമായ വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട CPM എന്തായാലും ആ വിഷയം വിശദമായി തന്നെ വിലയിരുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോടടക്കം പരാജയത്തിന്റെ കാരണം ശബരിമലയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിച്ചതാണ്. പക്ഷേ ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ പത്മകുമാറിന്റെ വിവാദവുമായി ബന്ധപ്പെട്ടോ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനെ വലിയ കാര്യമായി എടുക്കുകയോ ചെയ്തില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ്. രണ്ട് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിച്ചു. ക്ഷേത്ര നഗരമായ കൊടുങ്ങല്ലൂരിലും അതോടൊപ്പം തന്നെ നിലവിൽ BJPക്ക് അധികാരമുണ്ടായിരുന്ന പന്തളത്തും CPM നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടി LDF നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഈ ശബരിമല വിഷയം ഒരു പ്രശ്നമേ അല്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചത്. MV ഗോവിന്ദനാണെങ്കിൽ സമാനമായി തന്നെ ഉള്ള പ്രതികരണമാണ് തുടക്കം മുതലുള്ള ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് നേതാക്കൾക്കും അപ്പുറത്തേക്ക് CPMന്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളിൽ ഭൂരിഭാഗം ആളുകൾക്കും സംസ്ഥാന സമിതിയിലെ ഭൂരിഭാഗം ആളുകൾക്കും ഈ വിഷയം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടി വരികയാണ്. അഭിപ്രായം സംസ്ഥാന സമിതിയിൽ തുറന്നു പറയേണ്ടി വരികയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയം മാത്രമല്ല, നേതൃയോഗത്തിന്റെ ഇന്നത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത് PM ശ്രീയാണ് രണ്ടാമത്തെ വിഷയം. PM ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടി BJPയും അതോടൊപ്പം തന്നെ LDFും തമ്മിൽ അല്ലെങ്കിൽ CPMും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള UDF പ്രചരണത്തിന് കരുത്തു പകർന്നു എന്നുള്ളതാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. PM ശ്രീയിൽ ഒപ്പിടാൻ പാടില്ലായിരുന്നു, ആ നടപടി തെറ്റായിപ്പോയി എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുകയാണ് CPM. എന്തായാലും ആ വിലയിരുത്തലിന് ശേഷം ഈ മലബാർ മേഖലയിലെ അടക്കം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ടായി. ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടു എന്നൊരു വിലയിരുത്തൽ കൂടി നടത്തുന്നു CPM. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം പാരഡിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പാരഡിയിൽ കേസെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയാണ് പ്രതിരോധത്തിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ പാട്ട് ഒരു ബൂത്തിൽ വലിയ തോതിലുള്ള ഒരു ബൂത്തിൽ പോലും വോട്ടുകളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നിട്ടും അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്ന് പരാജയപ്പെട്ടിട്ടും ആ പാട്ട് എഴുതിയ ആൾക്കെതിരെയും മ്യൂസിക് കമ്പോസ് ചെയ്ത ആളുകൾക്കെതിരെയും ഒക്കെ കേസെടുക്കുന്ന നടപടി ഉണ്ടായി. പിന്നീട് ആ കേസെടുത്തതിനെതിരെ വ്യാപക വിമർശനം ഉണ്ടായതിനെ തുടർന്ന് അത് പിൻവലിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പാർട്ടി ചെന്ന് ചാടിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളുടെ എല്ലാം തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത്. ഇങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. വിലയിരുത്തലിലേക്ക്, ആ ബോധ്യത്തിലേക്ക്, ആ ബോധ്യപ്പെടലിലേക്കൊക്കെ പാർട്ടി